പൊതുവെ സിനിമയിൽ നമ്മൾ ഏത് സിനിമ എടുത്താലും സ്ത്രീകൾ അല്ലെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ കാഴ്ചക്കാരായി ഇല്ലേ? പല സിനിമകളിലും അവസാനം നായകനും കൂട്ടരും നമ്മളൊരു ഫൈറ്റിന്റെ സിനിമ പക്ഷേ എൻ്റെ മനസ്സിൽ ആദ്യമേ സിനിമകൾ ഉണ്ടാകുമ്പോൾ കണ്ണകി നമ്മൾ വായിച്ച പുസ്തകങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ റിസർച്ചുകളൊക്കെ പൊതുവെ നമ്മുടെ ഈ കേരളീയ പാരമ്പര്യം ഭാരതീയ പാരമ്പര്യം അമ്മ സങ്കല്പത്തിൽ അത് ആധുനിക കാലഘട്ടത്തിൽ ഇതേപോലെ നല്ല ശക്തിയുള്ളതാണ്. ആ ശക്തിയെ നമ്മൾ എടുത്ത് കാണിക്കുക. പിന്നെ നമുക്ക് ഒരുപാട് വൈകാരികമായ അന്തരീക്ഷമാണ് സ്ത്രീ കഥാപാത്രങ്ങളോട് പറയുന്നത്. അത് പുസ്തകമായാലും വായനശീലമുള്ള മതിൽ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ആദ്യ കാലഘട്ടം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ പുരാണവും ഏതെടുത്താലും ഒക്കെ യുദ്ധങ്ങൾ പോലും ആരംഭിക്കുന്നത് സ്ത്രീകൾ കാരണത്താൽ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട രീതിയിൽ അത് ഗ്രീക്ക് മിത്തോളജി എടുത്താലും ഇനി ഭാരതത്തിലെടുത്താലും ആധുനിക കാലഘട്ടത്തിലെടുത്താലും കോൺഫ്ലിക്റ്റുകൾ പലതും ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മറ്റ് രീതിയിലുള്ള കഥാപാത്രങ്ങളിലൂടെ പറയാൻ സങ്കീർണമായ ചില വിഷയങ്ങൾ പൂർണ്ണമായിട്ടും സ്ത്രീകളിലൂടെ അവതരിപ്പിക്കാൻ കഴിയും. അത് അതാണ് യഥാർത്ഥം. പിന്നെ നമുക്കൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെയൊക്കെ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. അതാണ് എൻ്റെ മനസ്സിൽ അമ്മയുടെ വാക്കുകൾ അമ്മ പറയുന്നത്. അപ്പൊ അമ്മ പറയുന്നത് കേൾക്കാത്ത തലമുറ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ അങ്ങനെ ചിന്തിക്കുക. വീട്ടിൽ നിന്ന് ഒരു കയ്യിൽ ചോറ് വാരി കൊടുത്തിട്ട് അമ്മ വായിൽ വെച്ചിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതനുസരിക്കാതിരിക്കാൻ. പക്ഷെ ഇന്നാണെങ്കിൽ ഈ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഏതൊക്കെ തലത്തിലേക്കാണ് അല്ലെ? അപ്പോ അതിശക്തിയായ സ്ത്രീ അത് കാണിക്കേണ്ട കാര്യങ്ങൾ അത് ഞാൻ അശ്വാരൂഢലിലും സ്ത്രീ കഥാപാത്രം